സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ ലോക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ ചീഫായിട്ടുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. CNN അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പരിക്കുകളോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് നിഗമനം. ഇതിന് കാര്യം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, ഏതാണ്ട് ഇന്ന് പുലർച്ചകളിൽ തന്നെ അവിടെ ബെയ്റൂത്തിൽ ഇസ്രായേലിൻ്റെ വ്യോമസേന കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. വലിയ ബോംബുകൾ വർഷിക്കേണ്ട ആ ബോംബുകൾ വർഷിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഹസൻ നസറുള്ളയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ഇറാനിയൻ കമാൻഡർമാരടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ പുറത്തേക്ക്, സൈനിക ഏജൻസികളൊക്കെ തന്നെ കൊടുക്കുന്ന വിവരം. പക്ഷെ അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹം ഇരുന്നിരുന്ന അണ്ടർഗ്രൗണ്ട് ബങ്കറിൽ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായി. അവിടെയുള്ള ബോംബുകൾ കൂടി പൊട്ടിത്തെറിച്ചു. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഏതാണ്ട് തൊട്ടടുത്തുള്ള 6ഓളം വരുന്ന ബിൽഡിങ്ങുകളടക്കം തകർക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ പേജർ ബോംബുകൾ പൊട്ടിത്തെറിച്ചിട്ട് ഹസൻ നസറുള്ളയുടെ അനുയായികളായിട്ടുള്ള നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഏതാണ്ട് 48-ലധികം ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വ്യോമസേന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കകം തന്നെ 700-ലധികം മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ബെയ്റൂത്തിൽ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ പറഞ്ഞേക്കുന്നത്, ബെയ്റൂത്തിൽ തന്നെ വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു നഗരമാണത്. വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു നഗരമാണ്. ആ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ നിന്ന് ഏതാണ്ട് 1,00,000 പേര് തന്നെ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ലെബനനിലെ ആളുകൾക്ക് ഇസ്രായേലിൽ നിന്ന് ഫോൺ കോളുകളും മെസ്സേജുകളും എത്തിയിരുന്നു. നിങ്ങൾ ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഇത്തരത്തിലുള്ള വിമാന ആക്രമണം, വിമാനത്തിലൂടെയുള്ള ബോംബിംഗ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള മെസ്സേജ് എത്തിയിരുന്നു. ആ മെസ്സേജ് എത്തി, അതായത് അവിടെയുള്ള എല്ലാവരുടെയും വിവരങ്ങൾ ഇസ്രായേൽ എടുത്തു എന്ന് മാത്രമല്ല, അതിൽ ചില ആളുകളൊക്കെ ഇവരുടെ മിനിസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകളോടാണ് ഇസ്രായേൽ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളത്. ഏതെങ്കിലും റോക്കറ്റ് ലോഞ്ചറുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധ സാമഗ്രികളോ ഒക്കെ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ വെക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ഒരാഴ്ചക്ക് മുമ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെയുള്ള നിരവധി ജനങ്ങളോട് തന്നെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനും ആക്രമണത്തിന് തുടക്കമിടുകയാണെന്നുള്ളത് ഇസ്രായേൽ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ ഹിസ്ബുള്ളയുടെ ചീഫായിട്ടുള്ള ഹസൻ നസറുള്ളയെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തവണ ഇതേ ഹസൻ നസറുള്ള വന്ന് അവരുടെ ടെലിവിഷനിലൂടെ ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ ടെലിവിഷൻ സ്റ്റുഡിയോകൾക്ക് മുകളിലൂടെ വലിയ തോതിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നിരുന്നുവെന്നും ആ പറന്നിരുന്ന അതേ അഭിസംബോധനയിൽ തന്നെ തങ്ങൾക്ക് വലിയ നഷ്ടമാണ് പറ്റിയിട്ടുള്ളതെന്നും തങ്ങളുടെ ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമൊക്കെ ഹസൻ നസറുള്ള ഒടുവിൽ സമ്മതിച്ചിരുന്നു. ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ലെബനൻ എന്ന് പറയുന്നത് ഇപ്പോൾ അത് വെറും ഒരു 55 ലക്ഷം, കൃത്യമായി പറഞ്ഞാൽ 2024 കണക്ക് പ്രകാരം 54.9 ലക്ഷം മാത്രം ജനസംഖ്യയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും അതൊരു പാവ ഗവൺമെൻറ്റാണ്. നേരത്തെ അത് ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് മുസ്ലിംസിന് 61.1% ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ്. അവിടെ തന്നെ വലിയൊരു പ്രാധാന്യമുള്ളത് ഏതാണ്ട് 30% വരുന്ന ഷിയകളും അതുപോലെ തന്നെ 30% വരുന്ന സുന്നികളും, 30.6% സുന്നികളും 30.8% വരുന്ന ഷിയകളുമുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ 33% ക്രിസ്ത്യൻസും ഉണ്ട്. പിന്നെ ഒരു 13,000 വരുന്ന ഒരു വളരെ ചെറിയ ജനസംഖ്യ ലെബനനിൽ ഹിന്ദുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരടങ്ങിയിട്ടുള്ളൊരു രാജ്യമാണത്. ആ രാജ്യത്തൊരു പാവ ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഹിസ്ബുള്ള ആയിരുന്നു. അവിടെ പാർലമെൻറ്റിലേക്ക് തന്നെ ഹിസ്ബുള്ളയുടെ നിരവധി ആളുകൾ ജയിച്ചിട്ടുണ്ട്. കൂടാതെ ചില ആളുകൾ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഹസൻ നസറുള്ള അവർ വിരാജിച്ചുകൊണ്ടിരുന്ന ആ രാജ്യത്ത് അതിൻ്റെ തലക്ക് തന്നെ അടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. അങ്ങനെയാണ് ഹസൻ നസറുള്ളയെ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങളോടൊക്കെ നേരത്തെ തന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഈ ലെബനനിൽ തന്നെ 10 ലക്ഷത്തോളം വരുന്ന ആളുകൾ ലെബനോനിൽ പല സ്ഥലങ്ങളിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ CNN പറഞ്ഞിട്ടുള്ളത്. അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചപ്പോൾ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം,
ഞങ്ങൾ തീർച്ചയായും ഈ ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹമാസിനെയും ഒക്കെ തീർക്കും. അവരെ തന്നെ നമ്മൾ ഈ ഒന്നുകിൽ ആയുധം വെച്ച് ഹമാസിനും ഹിസ്ബുള്ളക്കും ഒക്കെ കീഴടങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും അവസാനം വരെ അവരുടെ ഒരു തരി പോലും ബാക്കി വെക്കാതെ അവരെ തീർത്തിട്ട് മാത്രമേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ. കാരണം അങ്ങനെ മാത്രമേ അവർ സമാധാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ ജനറൽ അസംബ്ലിയിലേക്ക് ഞാൻ വരണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇവിടെയുള്ള കുറേ ആളുകൾ വന്ന് നുണകളും പല ചെളിവാരിയ റീലുകളുമൊക്കെ ഇസ്രായേലിനെതിരെ നടത്തിയതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റായി വന്ന് കാര്യം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ ഇവരെ തീർക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അമേരിക്കയും ഫ്രാൻസും കൂടി ഒരു 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശവുമായിട്ട് വന്നിരുന്നു. പക്ഷെ അതിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ വാറിലാണ്, ആ വാർ ഞങ്ങൾ ജയിക്കും, കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ, ത്യാഗം ചെയ്യാൻ ഉള്ള സൈനികരുണ്ടെന്നും കൂടാതെ അതിധീരന്മാരായിട്ടുള്ള സൈനികരുണ്ടെന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇറാൻ്റെ പ്രോക്സി വാറാണ് ഇവർ നടക്കുന്നതെന്നും അതുകൊണ്ട് ഇറാൻ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 6 തരത്തിലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണെന്നും പറഞ്ഞുള്ള അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് തൊടുത്തുവിട്ടിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ അതിൻ്റെ വ്യോമാക്രമണം ലെബനനിൽ കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ബഫർ സോണാക്കി വെക്കാൻ വേണ്ടി ഇസ്രായേലും ലെബനൻ്റെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 60,000-ഓളം പേരെ ഇസ്രായേൽ മാറ്റിപ്പാർപ്പിക്കുക കൂടി ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഒരു കാരണവശാലും ഇസ്രായേൽ ഈ ഹെസ്ബുള്ളയെയും ഹമാസിനെയും ഇനി തീർക്കാതെ ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്, ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യം റീബിൽഡ് ചെയ്യാനായിട്ട് നാസികൾക്ക്, അതായത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാലത്ത് നാസികൾക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും, ലോകം തന്നെ കുട്ടിച്ചോറാവില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഇടയ്ക്ക് വെച്ച് യുദ്ധം നിർത്തിയാൽ ഹമാസ് വീണ്ടും തന്നെ അവരുടെ സേനയെ റീബിൽഡ് ചെയ്യുകയും അവർ വീണ്ടും റീകൂപ്പ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അങ്ങേയറ്റം വരെ പോരാടും, ഞങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ ഹിസ്ബുള്ളയുടെ തലവൻ മരിച്ചാൽ കേരളത്തിൽ കോഴിക്കോടുള്ള വെള്ളിമാട് കുന്നിലുള്ള മീഡിയ വൻ്റെ ഓഫീസിൽ വീണ്ടും ദുഃഖാചരണം തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും ഹസൻ നസറുള്ളക്ക് വലിയ തോതിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. ഒരുപക്ഷെ 95% വരെ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്.